എനിക്കറിയില്ല അതിനെപ്പറ്റി, എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോൾ ചാറ്റാണോ ഇനി AI വെച്ച് ചെയ്താണോ, എനിക്ക് ഓർമ്മ പോലും ഇല്ല ചാറ്റ് എന്തുവാന്ന്. ഞാൻ അതിനകത്ത് എന്താ പറഞ്ഞത്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാൻ അതിന് മുന്നേ ലൈവ് പോയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കാണണം, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണം. മീൻസ് 21-ാം തീയതി ഇവിടെ മൊത്തം മിസൈലും മറ്റതും മറിച്ചതും വെടിയും പടക്കം മറ്റോ സകലതും ഫോണിൽ ഇങ്ങനെ മിസൈലും അലർട്ടും വരെ നിങ്ങൾ പുറത്തിറങ്ങരുത്, അത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഇവിടെ ലക്ഷക്കണക്കിന് രൂപയും കൊടുത്ത് ഇവിടെ ഏത് നായിന്റെ പോലാണ് നിങ്ങൾ ഇറക്കിയത്? നമ്മുടെ കയ്യിൽ ഇരുന്ന പൈസ കൊടുത്തിട്ട് എത്ര രൂപ കൊടുത്തു? എനിക്ക് നൗ ഇറ്റ് മേക്ക് സെൻസ്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ആ ഒരു കാര്യമായിരിക്കും. 2-3 ക്ലിപ്പുകൾ ഞാൻ ഇതിനകത്ത് കാണിക്കാം. അതിന്റെ കൂടെ ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. ആ വോയിസിലൂടെ വ്യക്തമായിട്ട് രേണുസുതി എന്താണെന്നും ഇതിനു മുമ്പ് പുള്ളിക്കാരത്തി എന്തുവാണ് ചെയ്തുകൊണ്ടിരുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കുറച്ച് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു 2 ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കാരണം ആ 2 ക്ലിപ്പുകൾ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടാൽ മാത്രമേ, നമ്മളിലെ പറയാറില്ലേ മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ, അതുപോലുള്ള പരിപാടികൾ രേണു കാണിക്കുന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുന്നെങ്കിൽ വ്യക്തമായിട്ട് ഓർത്തിരിക്കണം. അത് ഓർത്തിരുന്നിട്ട് അത് എന്തുവാ പറയുന്നത്, എന്തുവാ ചെയ്യുന്നതെന്നുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് വേണം അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അതുപോലും ആലോചിക്കാതെ ഈ പറയുന്നതും ചെയ്യുന്നതും കാര്യമായിട്ട് ഒരു ബന്ധമില്ലാതെ വീണ്ടും സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പോഴത്തേന് ജനങ്ങൾ ഇതുപോലെ എടുത്തിട്ട് ഉടുക്കത്തല്ലേ ഉള്ളൂ, ഇതുപോലെ എടുത്ത് കാണിക്കത്തല്ലേ ഉള്ളൂ. വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് ഷബീന ബീവിയുടെ ചാനലിനകത്തൂടെ 2 സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്ക്രീൻഷോട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസം വർക്കുകളൊന്നും ഇല്ലാതെ വീട്ടിലിരുന്ന രേണുസുതി പുറത്തേക്ക് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ അമ്മാവന്മാർ വരുമല്ലോ, അവർ വന്ന് ചോദിക്കുമല്ലോ. ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് കുറച്ച് വർക്കുകൾ കുറവായതുകൊണ്ടാണ് പുറത്തോട്ട് ഇറങ്ങാൻ ചെയ്ത് കാര്യമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേന് ഈ സ്ക്രീൻഷോട്ടിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആ സ്ക്രീൻഷോട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കിന് 2 രീതിയിലുള്ള മറുപടിയാണ് രേണുസുതി കൊടുക്കുന്നത്. ആ ഒരു 2 കാര്യവും അതിനുശേഷം ആ വോയിസ് ക്ലിപ്പ് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇത് കാണുന്നവർ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് രേഖപ്പെടുത്താവൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഹൈപ്പ് കൊടുക്കാനുള്ള ഒരു മര്യാദക്ക് എന്റെ വീഡിയോയുടെ താഴെ കൃത്യമായിട്ട് ഹൈപ്പും കൊടുക്കണം. ഇനി ആ സ്ക്രീൻഷോട്ടിനെ കുറിച്ചുള്ള രേണുസുതി പറയുന്ന 2 കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. എനിക്ക് ഓർമ്മ പോലും ഇല്ല ചാറ്റ് എന്തുവാന്ന്. ഞാൻ അതിനകത്ത് എന്താ പറഞ്ഞത്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാൻ അതിന് മുന്നേ ലൈവ് പോയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കാണണം, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണം. മീൻസ് മീറ്റ് ചെയ്യണം, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോഫി കുടിക്കണം, ഷേക്ക് കുടിക്കണം, ഒന്ന് ഡ്രൈവിന് പോകണം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണം. ജസ്റ്റ് മീറ്റപ്പ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറഞ്ഞു ജസ്റ്റ് മീറ്റപ്പ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. വലിയ സെലിബ്രിറ്റിയാ. ആർക്കെങ്കിലും പുള്ളിക്കാരിയായിട്ട് ചായ കുടിക്കണമെങ്കിലും മീറ്റ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇടണം. എന്നിട്ട് ആ മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ട് ചേച്ചി പറയും അവരുടെ മാനേജറിനെ പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അവിടെ ചെല്ലുക, മാനേജറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നേരെ മാനേജറുമായിട്ട് പോയിട്ട് എന്താ ചെയ്യണം, ഒരാ ചായ കുടിക്കണം. മാനേജറുമായിട്ടല്ല, രേണുസുതിയായിട്ട് പോയിട്ട് ഒരാ ചായ കുടിക്കണം. ഇതുപോലെ പാവങ്ങൾക്കിടയിൽ എനിക്കൊന്ന് കലാഭവൻ മണിച്ചേട്ടൻ മരിച്ചു പോയതിനു ശേഷം ഇത്രയധികം ജനപിന്തുണ ജനകീയമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു പെണ്ണ് വനിത ആരാന്ന് ചോദിച്ചാൽ അത് രേണു മാത്രമാണെന്നേ പറയാൻ സാധിക്കും. കാരണം ആർക്ക് വേണമെങ്കിലും ഇടാം, ചായ കുടിക്കാനായിട്ട് പൈസ പോലും നിങ്ങൾ കൊടുക്കണ്ട. രേണു ചെന്ന് കഴിഞ്ഞാൽ പൈസ ഫ്രീയാ. രേണുവിന്റെ കൂടെ അങ്ങ് പോയാൽ മതി. ഷേക്ക് കുടിക്കണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരും. നിങ്ങൾക്ക് ഷേക്ക് വല്ലതും കുടിക്കണോ? വേണ്ട. അപ്പൊ ഷേക്ക് കുടിക്കണ്ട. അപ്പൊ ഷേക്ക് കുടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടാം, വേണം ഷേക്കും പോയി കുടിക്കാം. ഓക്കെ, അപ്പൊ പറയുന്ന കാര്യമാണല്ലോ ആ ചാറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ആ ചാറ്റ് ചെയ്തിട്ടുണ്ടെന്നും ആ ചാറ്റ് എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്നും ആണല്ലോ അഡ്മിറ്റ് ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ. ബാക്കി കൂടെ കാണാം. ലൈവില് നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ പ്രോഗ്രാം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് പ്രശ്നം? ഞാൻ ആ ചാറ്റ് കണ്ടില്ല, അത് എൻ്റെ ആണെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവിച്ചത്. അതെ, നിങ്ങൾക്ക് പ്രോഗ്രാം വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, അതിനെങ്കിൽ പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അത് എവറിത്തിങ് നിങ്ങൾക്ക് എന്തുവാണ് വാട്ട് യു നീഡ്, നേരെ ഡയറക്റ്റ് മാനേജറെ കോൺടാക്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മാനേജറെ കോൺടാക്ട് ചെയ്താൽ ബാക്കി കാര്യമൊക്കെ നടക്കും. അപ്പൊ എന്തായാലും രേണുസുതി ആ ഒരു കാര്യം പറഞ്ഞത് അതിനകത്ത് ഇവിടെ മാറ്റി പറയുന്നില്ല, അത് എന്തിനാണെന്ന് ചോദിക്കുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേറെ കാര്യങ്ങളും പറയുന്നില്ല. അതേ ഡ്രസ് ഇട്ടുകൊണ്ട് തന്നെ അന്നേ ദിവസം കൊടുത്തിട്ടുള്ള അടുത്തൊരു ബൈറ്റിനകത്ത് ചേച്ചി ഇതിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ പറയുന്നുണ്ട്. മേ ബി ഇനിയിപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്തുമായിരിക്കും രേണു? കാരണം ആദ്യം പറഞ്ഞത് മറന്നു പോയതുകൊണ്ടാണോ, അതോ ആദ്യം പറഞ്ഞത് തെറ്റിപ്പോയതുകൊണ്ടാണോ, അതോ ആദ്യം പറഞ്ഞതല്ല എനിക്ക് 2 അഭിപ്രായങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഉള്ളത് കൊണ്ടാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കണ്ടപ്പോഴും 2 വീഡിയോ ഇതിനെപ്പറ്റി ഞാൻ ചെയ്തപ്പോഴത്തേന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. പറ്റുന്നെങ്കിൽ ഇത് കാണുവാണെങ്കിൽ, അല്ല നിങ്ങൾ ഈ വീഡിയോ ഒന്നും കാണത്തില്ല, നിങ്ങൾ ഓൾറെഡി പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അന്ന് പറഞ്ഞായിരുന്നു തലേ കളർ അടിച്ച ബിച്ചു ചേട്ടനോ ഏത് ചേട്ടനോ, ഞാൻ ഇവൻ്റെ ഒന്നും വീഡിയോ കാണാറില്ലെന്ന്. അപ്പോൾ തലേ കളർ അടിച്ച് എങ്ങനെ ചേച്ചി കണ്ടത്? റേഡിയോ വഴിയല്ലല്ലോ കണ്ടത്, ഇത് കണക്ക് വീഡിയോ ഓണാക്കി വെച്ചപ്പോഴല്ലേ കണ്ടത്. അപ്പൊ അതിനും കൂടെ റിപ്ലൈ എന്ന് പറഞ്ഞേക്കണേ. അതാ ചാറ്റാണോ അതോ AI വെച്ച് ചെയ്താണോ എന്ന്? സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള ചാറ്റ് എന്തോന്ന് വ്യക്തമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ഇത് AI വെച്ചിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണെന്ന് എങ്ങനെ പറയാനായിട്ട് സാധിക്കും രേണു?
എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നമ്മൾ ഈ കാണുന്ന ജനങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് രേണുവിന് ഇങ്ങനെ ലൈക്ക് അടിക്കണം, കമന്റ് ബോക്സ് എടുത്തിട്ട് ധീര വനിത, വിധവ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ആദ്യമേ പറയണം ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ബയോയ്ക്കകത്ത് വ്യക്തമായിട്ട് കൊടുക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് ധീര വനിത, ധീര വിധവ, കുടുംബത്തിന് വേണ്ടി പോരാടുന്ന പോരാളി, വാമ്പയർ, അങ്ങനെയൊക്കെ നിങ്ങൾ വെച്ചു കൊടുക്കണം. അപ്പൊ പിന്നെ നമ്മൾ അത് നോക്കിയിട്ട് കമന്റ് ചെയ്തോളാം. നമ്മൾ പിന്നെ കുറ്റം പറയത്തില്ലല്ലോ, കാരണം ഓൾറെഡി നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറയുന്നല്ലോ. പിന്നെ നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ കയറി വേറെ പറയത്തില്ല. അല്ലാതെ ഇപ്പുറം വന്നിട്ട് ഞാൻ അങ്ങനെയാണ് എന്നിട്ട് അപ്പുറം പോയിട്ട് ഞാൻ ഇങ്ങനെയാണെന്നൊന്നും പറയുന്ന രീതിയിലുള്ള സംസാരം എടുക്കല്. ബാക്കി കൂടെ കാണും. ഇതിന് ശേഷം ഞാൻ 2 വോയിസ് ക്ലിപ്പും കൂടെ വെക്കാം. ഒന്ന് സബീന ബീവിയുടെ ചാനലിൽ വന്നതും, ഒന്ന് ഇവർ കടം മേടിച്ചിട്ട് കൊടുക്കാത്ത ഒരാളുടെ ഒരു ദയനീയ അവസ്ഥയെ പറയുന്ന ഒരു സംഭവം. അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ് സാധനം. എനിക്കറിയില്ല അതിനെപ്പറ്റി, എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോൾ ചാറ്റാണോ ഇനി AI വെച്ച് ചെയ്താണോ ഞാനത് കണ്ടുമില്ല, ശ്രദ്ധിച്ചുമില്ല. എന്നോട് ഒരാൾ കണ്ടവരൊക്കെ പറഞ്ഞു പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ, അങ്ങനെ ഞാൻ പറയുന്നതാണ് സാധാരണ. അല്ലെങ്കിൽ ഇതെനിക്കറിയില്ല എന്താ സംഭവം. ഒരു പ്രൊമോഷൻ പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ, 2 കാര്യവും ഒറ്റ വീഡിയോ തന്നെ ചേച്ചി അടിച്ചു വിട്ടോണ്ടിരിക്കുക. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഇനി അത് AI ആണോ എന്ന് എനിക്ക് അറിയത്തില്ലെന്ന്, അതെന്തോ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ക്യാമറ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കുറ്റമോ തെറ്റുകളോ കാര്യങ്ങളോ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുമ്പോഴത്തേന് അവിടെ നിന്ന് പതറും. അപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള 2 ആൻസറുകളാണ്. ഒന്ന്, അതായത് ഈ 2025 ശേഷം എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ നമുക്കെതിരെ എന്തെങ്കിലും അലിഗേഷൻ വന്നാലോ, നമ്മളുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നാലോ, വീഡിയോ പുറത്ത് വന്നാലോ, നമുക്ക് ഓൺ ദ സ്പോട്ടിൽ എസ്കേപ്പ് ആവാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യം AI. ഇത് AI. ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെങ്കിലും കടമ്പ കടക്കാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിന്റെ പ്രൂഫ് വന്നു കഴിഞ്ഞാലുള്ള വേറെ വിഷയം. പ്രൂഫ് വരണമെന്നുണ്ടെങ്കിൽ രേണു ചോദ്യം ചെയ്യണമല്ലോ, എന്താ ഷബീന ബേബി ഇത് എവിടുന്ന് കിട്ടി നിനക്ക്, നീ AI അല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഷബീന ബേബി ഇതിന്റെ ഫുൾ തെളിവും ബാലൻസ് ചാറ്റും ഫോട്ടോയും സഹിതം ഒക്കെ എടുത്ത് പുറത്തിടും. അപ്പോൾ രേണു സൂതി കുടുങ്ങുമോ? അതുകൊണ്ടാണ് രേണു സൂതി ഇതിന് ചോദ്യം ചോദിക്കാൻ ഷബീന ബേബിയെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേന് ഇങ്ങനെ തൊഴുതു നിന്ന് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്കാരി മിണ്ടാതെ ഇരിക്കുന്നത്. ഇനി ഷബീന ബേബിയുടെ ചാനലിൽ വന്നിട്ടുള്ള ഇതുപോലെ തന്നെ ഇവര് മറ്റേ റാസൽ ഖൈമയെ പോയായിരുന്നല്ലോ, ആ റാസൽ ഖൈമയിൽ ഈന്തപ്പഴം പറിക്കാൻ പോയ കഥ പറയുന്നുണ്ട്. ആ കഥയും ഇതും കൂടെ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ സത്യസന്ധമായ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സുധി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. അവരുടെ മെയിൻ ആവശ്യമാണ്. പിന്നെ ശരീര വിൽപ്പന, അതായത് വേശ്യാവൃത്തി. പിന്നെ ഈ രേണുസുധീനെ ഇവിടെ കൊണ്ടുവരുന്നത് മൊത്തം ഈ ഒരു അത്ര സങ്കടപ്പെട്ടിട്ട് പറയാണ് ഈ സ്ത്രീ ഈ ലോകത്ത് ചേച്ചി എനിക്കങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടല്ലോ. എനിക്ക് പ്രാന്ത് പിടിക്കുന്ന ഇവിടെ പാച്ച അമ്മാതിരി നിങ്ങൾ തെറി പറയുമ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാറുണ്ട്. പക്ഷെ നിങ്ങൾ ആ വോയിസ് ഒക്കെ മ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കണം ചേച്ചി, കൊടുക്കണം. ഇവിടെ റാസൽ ഖൈമയെ വന്നിട്ട് അപരാധിച്ചതുണ്ടല്ലോ. നിങ്ങൾക്കറിയാം അന്ന് 21-ാം തീയതി ഇവിടെ മൊത്തം മിസൈലും മറ്റതും മറിച്ചതും വെടിയും പടക്കം മറ്റോ സകലതും ഇത് ഫോണിൽ ഇങ്ങനെ മിസൈലും അലർട്ടും വരെ നിങ്ങൾ പുറത്തിറങ്ങരുത്, അത് ചെയ്ത് പറയുന്നത്. അപ്പൊ ഇവിടെ ലക്ഷക്കണക്കിന് രൂപയും കൊടുത്ത് ഇവിടെ ഏത് നായിന്റെ മോനാണ് നിങ്ങളെ ഇറക്കിയത്? ഇവർക്ക് ഇത്രയും കാശും കൊടുത്ത് ഇവിടെ ഇറക്കണമെങ്കിൽ അമ്മാതിരി കാശ് കിട്ടും എന്നുള്ളതുകൊണ്ടല്ലേ ഇവിടെ ഇറക്കിയത്. എന്നിട്ട് അതായത് പെരുന്നാളിന്റെ അടുത്ത ദിവസം, അതായത് ഈ നോമ്പ് ദിവസം ഇവിടെ ഈ ഒരു ബാറും ഡാൻസും തേങ്ങയും മാങ്ങയും തുറക്കത്തില്ല, തുറക്കാൻ ഇവിടെ ഗവൺമെന്റ് അലോഡല്ല. ആ 21-ാം തീയതി ഇവിടെ അങ്ങോട്ട് ഇറക്കിയിട്ട് പ്രദർശിപ്പിച്ചേക്കാണ്. ഇവളങ്ങോട്ട് കിടന്നു കൊടുത്ത് അപരാധിച്ച് കാശുണ്ടാക്കിയേക്കാണ്. ഇതിനിടെ കൂടെ ഇവളാകെ 10-12 ദിവസത്തേക്ക് ഇവിടെ വന്നിട്ടുള്ളൂ. ഇവർക്ക് പോകാൻ പറ്റില്ല, ഇവിടെ ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ. എന്നിട്ടും ഇവിടുന്ന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഇവളൊന്ന് പുറത്തു പോയേക്കുന്നു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ. ചേച്ചി ഒന്ന് ആലോചിച്ചോക്ക് അപ്പൊ ഇവക്കുള്ള പിടിപാട് എന്താന്നുള്ളത്. പിന്നെ അവിടുന്ന് ഹണി റോസും ഇവിടെ ഉദ്ഘാടനത്തിന് വരുന്ന ഹണി റോസിനെ മറ്റവരൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ നിർത്തിയേക്കാണ്. എന്നിട്ട് ഇവിടെ നിന്ന് മറ്റേ നമ്മളെ ആ പെങ്കൊച്ചിന്റെ പേരെന്താ എനിക്ക് ഓർമ്മ വരുന്നില്ല, നമ്മൾ ഷാർജയിൽ ഡാൻസ് സ്കൂൾ നടത്തുന്ന നമ്മളെ സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ആ കൊച്ചിന്റെ. പറയാൻ കാരണമുണ്ട്. എന്റെ ആങ്ങളയുടെ മകളുടെ കല്യാണ നിശ്ചയമായിരുന്നു 1-ാം തീയതി. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ടിക്കറ്റ് ഓൾറെഡി നേരത്തെ 2 മാസം മുമ്പേ ബുക്ക് ചെയ്ത എനിക്ക് പോകാൻ പറ്റില്ല. എന്റെ ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ആണ്. പിന്നെ ഈ നായിന്റെ മോൾ എങ്ങനെ പോയി? ഈ നായിന്റെ മോൾ ഇവിടുന്ന് പോകണമെങ്കിൽ ഇവിടുത്തെ മിനിസ്റ്ററിയിൽ വരെ ഇവർക്ക് പിടിപാടുണ്ടാവണം, എന്നാലേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഇവള് കരഞ്ഞു വഴുകി ഇവള് പിറ്റേ ദിവസം താമരശ്ശേരി പോയില്ലേ, മറ്റവന്റെ ടെലിഫിലിം എന്ന് പറയും. താമരശ്ശേരി മൊത്തം മറ്റേ ഗോൾഡ് ടീമിന്റെ ആൾക്കാരാണ്. ഇവള് ഒരു ദിവസം ആ കൊച്ചിന്റെ കൂടെ നിന്നോ? മോളെ തന്നെ ഇവളെ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പറഞ്ഞു പോയതാണ് ചേച്ചി. കഴിഞ്ഞ 1.5 ആഴ്ചയ്ക്ക് മുമ്പ് ഷബീന ബേബിയുടെ ചാനലിൽ ഇതുപോലൊരു വോയിസ് ക്ലിപ്പ് വന്നിട്ട് ഞാൻ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം ഇതുപോലൊരു ചാറ്റ് പുറത്ത് വന്നപ്പം, പ്രീവിയസ്ലി ഇതുപോലുള്ള വോയിസ് ക്ലിപ്പുകൾ പുറത്ത് വന്നപ്പോഴത്തേന് അതിനകത്ത് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും സത്യസന്ധമായ കാരണങ്ങളുണ്ടോ, സാമാന്യം കോമൺ സെൻസ് ഉള്ള ഒരു ജനത്തിന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? അതേ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതെല്ലാം കൂടെ ഒന്ന് കൊളാബ് ചെയ്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യം. ഇനി ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് കൂടെ നിങ്ങൾക്ക് അതിനകത്ത് കേൾപ്പിച്ചു തരാം. താമസിച്ചിരുന്നോ? പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത്, അതായത് ഒരു വീടിനപ്പുറേ ഇവിടെ ഞാൻ അലിയാവഴി വന്ന് വാടകയ്ക്ക് താമസിച്ചത് ഒരു 4 വർഷം. 4 വർഷം അലിയാവഴിയിൽ. അന്നേരമാണ് നമ്മളെ പറ്റിച്ചു പോയത്. പൈസ പറ്റിച്ചോ?
പിന്നെ ഇല്ലേ, അതല്ലേ പ്രശ്നം. ഇവള് എന്റെ പിന്നെ അവനുണ്ടായിരുന്നപ്പോ മേടിച്ച പൈസയാ. അവൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടന്നപ്പോ ഇവളും അവനും കൂടെ വന്ന് മേടിച്ച പൈസയാ. അത് നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്ന് നമ്മൾ ചോദിച്ചപ്പം, ഞാനും എന്റെ പിള്ളേരും കൂടെ ചെന്ന് ചോദിച്ചപ്പോ എന്റെ മകൻ അവളെ കയറി പിടിച്ചെന്നും പറഞ്ഞ് അവൾ കൊണ്ട് കേസ് കൊടുത്തു. അത് മുറ്റത്ത് നിന്ന് അത് അവര് കോളനിയാണ് താമസിക്കുന്നത്. ഒരു അടുപ്പുകല്ലുപോലെ വീടുവാ. ഇവിടെ വീട്ടിൽ അവിടെ അപ്പനുണ്ട്, സുധിയുണ്ട്, ഇവിടെ മൂത്ത ഇവിടെ ചേട്ടനുണ്ട്, അതിലൊക്കെ പിള്ളേർ മുഴുവനുണ്ട്. ഉള്ള കാര്യം. എന്നിട്ട് ഞാനും എന്റെ മക്കളും കൂടെ എന്റെ മകൻ തന്നെ ചെറുത് എന്നെ 23 വയസ്സുള്ളൂ. അവൻ കയറി പിടിച്ചെന്നും പറഞ്ഞ് അവൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്ത്. ഇവൻ പോലീസ് സ്റ്റേഷനെ അവര് വിളിപ്പിച്ച് എന്നാ പ്രശ്നമുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലിരുന്ന പൈസ കൊടുത്തിട്ട് എത്ര രൂപ കൊടുത്തു? എനിക്ക് 8 ലക്ഷം രൂപ തരാനുണ്ട്. 8 ലക്ഷം? 1 ലക്ഷം. 1 ലക്ഷം. ഇത് രേണുസുധിയുടെ കയ്യിൽ നിന്നും അല്ല, സുധിയും കൂടെ ചേർന്ന് അവരുടെ വീടിനടുത്തുള്ള ഞാലിയാൻകുഴിക്ക് അടുത്തുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തതിന് ശേഷം അത് തിരിച്ചു മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ്. ഈ ഒരു വോയിസ് ക്ലിപ്പ് ഞാനിപ്പോൾ ഇതിനകത്ത് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ പറ്റിച്ച് ജീവിക്കുക, കള്ളത്തരം പറഞ്ഞ് ജീവിക്കുക, ഇതൊന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ നേരത്തെ തുടങ്ങിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയല്ല നമ്മൾ ഈ പറയുന്നത്, അങ്ങനെയല്ല, സത്യമല്ല എന്നുണ്ടെങ്കിൽ രേണു തന്നെ വന്നിട്ട് ഇതിന് പ്രൂഫ് സഹിതമുള്ള വീഡിയോസ് നമ്മൾ കാണിച്ചു തരണം. അങ്ങനെ അല്ലടാ, ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടോ, അല്ല ഞാൻ പൈസ മേടിച്ചിട്ടില്ല, അങ്ങനെ ഒരു സാധനം കാണിക്കണം. ഇപ്പൊ ഷബീന ബീവി വന്നിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട്, ഈ സ്ക്രീൻഷോട്ട് അങ്ങനെ അല്ലടാ എന്ന് വ്യക്തമായിട്ട് പ്രൂഫ് സഹിതം എടുത്ത് കാണിക്കണം. ഇതൊന്നും കാണിക്കാതെ വീണ്ടും പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ മെഴുകിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് തിങ് ഞാനൊന്ന് പറഞ്ഞുതരാം. രേണുവിനെതിരെ ഇതിനു മുമ്പുള്ള പല അലിഗേഷൻസ് വരുമ്പോഴും രേണു എന്തോ ചെയ്യുമായിരുന്നു, നെഗറ്റീവ് കമന്റും അവർക്കെതിരെ. ഇപ്പം സബീന ബീബി ആണെന്നുണ്ടെങ്കിൽ തെറിത്താത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അല്ലെ അവരുടെ കൂടെ നിൽക്കുന്നവർ ചെയ്യുന്ന കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ. എന്നാൽ അതൊന്നും നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്ന. ഇപ്പം നമ്മൾ ആരെങ്കിലും ആണ്, ഇവൻ അതുലാണ് ഇതിന് പറയുന്നെങ്കിലും അതുലിനെ 2 തന്തക്കെങ്കിലും വിളിച്ചോണ്ടെങ്കിലും, 2 തവണ തന്തയ്ക്ക് വിളിച്ചോണ്ടെങ്കിലും ഇവരൊരു വീഡിയോ ചെയ്യുമായിരുന്നു. അല്ലെ ഡാനിയുടെ കാര്യം പറയുമായിരുന്നു, ഇവൻ എന്റെ കാര്യം ഉൾപ്പെടെ ബീവിയുടെ കാര്യം ഉൾപ്പെടെ എടുത്തു പറയുമായിരുന്നു. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇപ്പൊ പറയുന്നില്ല. അതെന്തായിരിക്കും? അപ്പൊ ഇതിനെന്തെങ്കിലും കാര്യം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ആ ഒരു സ്ഥലത്ത് സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്? നമ്മൾ ഒരിടത്ത് മൗനമായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിനകത്ത് വ്യക്തമായിട്ട് കാരണങ്ങളുണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആരോപണങ്ങൾ വരുമ്പോഴത്തേക്കും, ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഫെയിമിൽ സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇതുപോലുള്ള ആരോപണങ്ങൾ വരുമ്പോഴത്തേക്കും എനിക്ക് ഇതിനെ പ്രതികരിക്കുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നത് വളരെ നല്ല കാര്യമല്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണുവിന്റെ വീട്ടിലെ പ്രാഥമിക കർമ്മം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എടുത്ത് വിളമ്പുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനും ഒരു വ്യക്തമായ ധാരണ കൊടുക്കണമല്ലോ. അപ്പൊ ധാരണ കൊടുക്കാത്തടത്തോളം, ഇതിന് വ്യക്തമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാത്തടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുവാ, ഈ പറഞ്ഞ കാര്യത്തിലെല്ലാം ഒരു കയമ്പുണ്ട്. ഇതെല്ലാം സത്യസന്ധമായി നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ തന്നെ അല്ലേ? അപ്പം അല്ല, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അപ്പൊ പറയുന്ന കാര്യം ഒന്നെങ്കിൽ ഇതുപോലെ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ വേണം, വ്യക്തമായ ഒരു സ്ക്രിപ്റ്റ് വേണം. ഒരു കള്ളം പറയുകയാണെങ്കിൽ ആ കള്ളത്തിൽ തന്നെ ജീവിതകാലം മൊത്തം ഉറച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കീഴടങ്ങി വാളും പരിചയെടുത്ത് മുന്നിൽ വെച്ചിട്ട് ഞാൻ തോറ്റു, ഇനി എൻ്റെ അടുത്ത് ആരും വരില്ലേ, എന്നിൽ ഔഷധ കുന്നുമില്ലേ എന്നും പറഞ്ഞു വിട്ട് നിങ്ങൾ അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പം ശരിയെന്ന്.